أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الزاني لا ينكح إلا زانية أو مشركا والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين صدق الله المولانا الذي المرء على دين خليله فلينظر أحدكم من يخالل قال نبينا وشفيعنا وسيدنا وهادينا مصطفى محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ولم يمت محمد صلى الله عليه وسلم പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ടു നീ അല്ലാതെ ഇഹലോകാർബാധങ്ങൾ എന്നെ വലച്ചതാ നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ
അതുകൊണ്ട് ആട്ടരുതേ ഇലാഹി എന്നെ. ായ പണ്ഡിത മഹത്തുക്കളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്ന ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വേദനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, പോരീശ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം നമ്മളെയും അവരെയും അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ യുവാക്കളോട് പ്രത്യേകമായി അവിടുന്ന് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. യുവാക്കളോട് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തുകളായ യുവാക്കളോട് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വലിയ പ്രത്യേകമായ നസീഹത്തുകൾ, ഉപദേശങ്ങൾ അവിടുന്ന് നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും അവിടുന്ന് യുവാക്കളെ വല്ലാതെ പരിഗണിക്കുമായിരുന്നു. സഹാബത്തിൽ അവിടുന്ന് യുവാക്കളോട് തെരഞ്ഞുപിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും അവിടുന്ന് പ്രത്യേകമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുമായിരുന്നു. എന്നിട്ട് ആ യുവാക്കളോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമായിരുന്നു, യുവാക്കളെ, സഹാബാക്കളാകുന്ന യുവാക്കളോട് പറയുമായിരുന്നു, നിങ്ങളുടെ യുവത്വം എന്ന് പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ അവിടുന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ്. യുവത്വം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതല്ല. ആ യുവത്വം കഴിഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രായാധിക്യത്തിലേക്ക് നിങ്ങൾ മാറുമോ, നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് തെന്നി മാറുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രത്യേകമായി അവിടുന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു. സ്വഹാബത്തിനോട് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, അതുകൊണ്ട് യുവത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യുവത്വത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഈ പ്രഭാഷണ വേദിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യുവാക്കളായി കടന്നു പോകുമ്പോൾ നമ്മളൊന്നും അവിടുന്ന് ചിന്തിക്കാറില്ല. ദുനിയാവിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളാകുന്ന സഹാബത്തിനോട് അവിടുന്ന് പറയുകയാണ്, ആരൊക്കെയായിരിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവേ, സയ്യിദിനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രഗൽഭരാകുന്ന യുവാക്കളാകുന്ന സ്വഹാബാക്കൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് അവിടുന്ന് പറയുകയാണ്, യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണേ യുവാക്കള്. നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ സൂക്ഷിക്കണേ യുവാക്കള്. യുവത്വത്തെ കുറിച്ച് നാളെ പടച്ചറബ് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നാളെ ഈ അവസ്ഥകളെല്ലാം കഴിഞ്ഞുകൊണ്ട് ദുനിയാവ് വിട്ടുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു പോകുമ്പോൾ നാളെ പടച്ചവൻ അല്ലാഹുവേ മഹ്ശറിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ അതാ അവിടെ വെച്ചുകൊണ്ട് ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹുവേ, ഓരോ യുവാക്കളോടും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ യുവത്വത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ലാതെ കണ്ടൊരു കാൽപാദം പോലും അവിടുന്ന് ചലിപ്പിക്കാൻ കഴിയില്ല എന്നോ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ.
അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുന്നത് നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യുവാക്കളോട് പ്രത്യേകമായി അവിടുന്ന് പറയുകയാണ്, രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണോ. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് അവിടുന്ന് തന്നതാണോ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹ്ഹതു വൽ രണ്ടനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് യുവാക്കളോട് പറയുകയാണ്. രണ്ടനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സിഹത്താണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന ആരോഗ്യമാണ്. ആരോഗ്യത്തെ കുറിച്ച് അല്ലാഹു തആല അവിടുന്ന് ചോദിക്കുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയോ. ആരോഗ്യം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്, വളരെ അത്യാവശ്യമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളോട് യുവതികളോട് നമ്മളൊന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മളെ പോലെ യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന പരമാവധിയുള്ള ജനങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, വല്ലാത്ത അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാല് വയ്യാത്തവര്, നടുവയ്യാത്തവര്, തലവയ്യാത്തവര്, ശരീരത്തിന് മുഴുവനും അല്ലാഹുവേ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഏതെല്ലാം രൂപത്തിലാണോ മനുഷ്യന്മാരവിടുന്ന് കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നുമില്ലാതെ കണ്ട ശരീരത്തിന് മുഴുവൻ ആഫിയത്ത് തന്നുകൊണ്ട്, ശരീരത്തിന് ആരോഗ്യം തന്നുകൊണ്ട് അല്ലാഹു തആല നമ്മളെ പടച്ചുവെങ്കിലോ എത്രത്തോളം ശുക്ർ ചെയ്താൽ മതിയവടോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യമെന്ന് പറയുന്നത് അല്ലാഹു തആല നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയില്ലടോ, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അല്ലാഹുവേ, പള്ളിയിലേക്ക് നമ്മളൊന്ന് കേറിയാൽ എത്ര വാപ്പമാരാണ് നിസ്കരിക്കാൻ പോലും കഴിയാതെ കണ്ടു. അല്ലാഹുവേ, കസേരയെ ആശ്രയിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെത്ര പേരാ നമുക്ക് കാണാൻ കഴിയുമല്ലോ. എത്ര പേരാണ് നിസ്കരിക്കുന്നത്, നല്ലതുപോലൊന്ന് റുകൂ ചെയ്യാൻ കഴിയുന്നില്ലോ, നല്ലതുപോലൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ലോ, അത്തഹിയ്യാത്തിലിരുന്ന് കൊണ്ടൊന്ന് നിസ്കരിക്കാൻ കഴിയാത്ത എത്ര വാപ്പമാരോ നമ്മൾ ദിവസവും കാണുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഇങ്ങനൊരു സമയം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ യുവത്വം അവിടുന്ന് അവസാനിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു പോകുമ്പോഴോ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വഹാബത്തിനോട് പ്രത്യേകമായി അവിടുന്ന് പറയുമായിരുന്നു, യുവത്വമെന്ന് പറയുന്നത്, ആരോഗ്യമെന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണോ. ആ അനുഗ്രഹത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു നടക്കരുത്. അല്ലാഹുവേ, അവിടുന്ന് പറയുകയാണ്, നിന്റെ ഓരോ സമയത്തും നീ അവിടുന്ന് അല്ലാഹുവിനോട് സ്തുതി പറയണേ. അൽഹംദുലില്ലാഹ്. കൈ ചലിപ്പിക്കുമ്പോ, കാല് ചലിപ്പിക്കുമ്പോ, ഓടുമ്പോ, നടക്കുമ്പോ, കളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മൾ അൽഹംദുലില്ലാഹ് പറയണമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ, നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ആഫിയത്തുണ്ടല്ലോ പെങ്ങള്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓടുകയാണ്, ചാടുകയാണ്, കളിക്കുകയാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ
നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിന്റെ ആരോഗ്യത്തെ കുറിച്ചാണ് എന്നോ നിന്റെ യുവത്വത്തിന്റെ സമയത്തെ കുറിച്ചാണ് എന്നോ ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തുകൊണ്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അല്ലാഹുവേ യുവാക്കളാകുന്ന സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടതാ പ്രിയപ്പെട്ടവര്. അല്ലാഹുവേ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ. അല്ലാഹുവേ യുവത്വത്തിൻ്റെതായ പ്രസരിൽ പോകൂടി കടന്നു പോകുന്ന മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു നീഗ്രോ വർഗ്ഗക്കാരനായ കറുത്ത കാർപ്പ് അല്ലാഹുവേ പാറക്കല്ലിനെ പോലിരിക്കുന്നു. അല്ലാഹുവേ വല്ലാത്ത കറുപ്പായിരുന്നു ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ സഅദിനൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, സഅദിനൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സഅദിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, സഅദ് നീ നല്ലൊരു യുവാവാണല്ലോ സഅദ്, നിനക്കിപ്പോ വിവാഹം കഴിക്കാമല്ലോ സഅദ്, അതിന് നീ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇവിടുന്ന് പറയുന്ന നബിയേ ഈ സഅദ് കറുത്ത വർഗ്ഗക്കാരനാണല്ലോ നബിയേ, ആര് പെണ്ണ് തരാനാ നബിയേ, ഒരാള് പോലും പെണ്ണ് തരില്ലല്ലോ നബിയേ, ഈ കറുത്തവനെ കണ്ടാൽ ഏത് പെണ്ണിന് ഇഷ്ടപ്പെടാനോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഅദിനോട് പറയുകയാണ്, സഅദ് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ആ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, ആ കാണുന്ന കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പറ അവിടുത്തെ പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്തു തരാനെന്ന് ഞാൻ പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പോവുകയാണ്. ആ കൊട്ടാരം ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് സലാം പറഞ്ഞു അതാ അകത്തേക്ക് വിളിക്കുകയാണ്. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അതാ പെണ്ണിന്റെ വാപ്പ പുറത്തേക്ക് വന്നു. എന്നെ സഅദേ നീ വന്നത് കാര്യമെന്താണെങ്കിൽ പറയുമ്പോ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിറച്ചുകൊണ്ട് പറയുകയോ വല്ലാത്ത പേടിയായിരുന്നല്ലോ, വല്ലാത്ത വെപ്രാണമായിരുന്നല്ലോ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിന്റെ വാപ്പയോട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ അയച്ചതാണ്, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാമെന്നതാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാണ് എന്നെ അയച്ചത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അയച്ച സഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, വാപ്പാ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ ആ വാപ്പാന്റെ കണ്ണവിടുന്ന് ചുമന്നു തൊടുക്കുകയാണ്. അല്ലാഹുവേ കാല് വിറയ്ക്കുകയാണ്, കൈധരിക്കുകയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, സഅദ് എന്റെ
എന്റെ പടിവാതിൽക്ക് വന്നുകൊണ്ട് എന്റെ പെണ്ണിനെ ചോദിക്കാറ്, നിനക്കെങ്ങനെ ധൈര്യം വന്നു സഅദ്? നീ കാണുന്നില്ലേ എത്ര കോടീശ്വരന്മാരാണ് എന്റെ വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുന്നത്. എന്റെ മകളുടേതായ വിവാഹത്തിന് വേണ്ടിയിട്ടു, എന്റെ മകളെ ഒന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടു കോടീശ്വരന്മാര് വന്നുകൊണ്ട് ക്യൂ നിൽക്കുന്നത് നീ കാണുന്നില്ല സഅദ്. പിന്നെങ്ങനെയാണ് നിനക്ക് ധൈര്യം വന്നത്? ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനായ, വെറും പട്ടിണി പാവക്കാരനായ, കറുത്ത വർഗക്കാരനായ, സൗന്ദര്യമില്ലാത്ത നിനക്കെങ്ങനെയാണ് എന്റെ മകളെ വിവാഹം ചെയ്തു തരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആ വാപ്പ വന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് വീടിന്റെ ഉള്ളിലതാ ഈ സംഭാഷണങ്ങൾ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന പൊന്നുമോള് ഓടി വന്നുകൊണ്ട് വാപ്പയോട് പറയുന്ന, വാപ്പ ആരെയാ നിങ്ങൾ ഇറക്കി വിട്ടതെന്നറിയുമോ വാപ്പ? ആരെയാ നിങ്ങൾ ഇറക്കി വിട്ടതെന്നറിയുമോ വാപ്പ? അല്ലാഹുവേ, ലോകത്തിന്റെ നായകരോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടോ. അതാ ഒരു സഹാബി വന്നുകൊണ്ട് എന്നോട് ചോദിക്കുമ്പോൾ, എന്നെ അവിടുന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ഇറക്കി വിടാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. എന്റെ ശരീരത്തെക്കാളും, വാപ്പയെക്കാളും, അമ്മയെക്കാളും, ഈ കൊട്ടാരത്തെക്കാളും, ഈ സമ്പത്തിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാ പുന്നാര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ പ്രവാചകർ പറഞ്ഞു വിട്ട മനുഷ്യനാണ്. ആ മനുഷ്യനെ എങ്ങനെയാണെന്ന് ഇറക്കി വിടാൻ കഴിയുന്നത്? അതുകൊണ്ട് വാപ്പാ, ആ സഅദിനെ അല്ലാതെ വേറൊരാളെയും എനിക്ക് വേണ്ട വാപ്പാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല കരഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ചോദിക്കുന്ന, സഅദ് എന്തു പറ്റിപ്പോയി സഅദ്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ സഅദിന്റെ മനസ്സിനകത്തൊരു മോഹങ്ങളുമില്ലായിരുന്നു നബിയേ. ഈ സഅദിന്റെ മനസ്സിനകത്തൊരു മോഹങ്ങളുമില്ലായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങാണ് എന്റെ മനസ്സിലതാ ഒരു പെണ്ണിനെ കുറിച്ചുള്ള മോഹം തന്നത്. ഞാൻ അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ എന്നെ ആട്ടിയിറക്കി വിട്ടു എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രയാസപ്പെടുകയോ, റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അതാ അവിടുന്ന് വാപ്പ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അറിഞ്ഞില്ല നബിയേ, ഒരു പെണ്ണിന്റെ വാപ്പയുടേതായ സങ്കടം എത്രത്തോളം അറിയാമല്ലോ നബിയേ. അറിയാതെ പറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആ വാപ്പ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകൾക്ക് സഅദിനെ അല്ലാതെ വേറെ ആരെയും വേണ്ട എന്ന് പറഞ്ഞു നബിയേ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതമാണ്. വാപ്പ വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് വന്നുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. സഅദേ, നിനക്ക് സന്തോഷമായില്ലേ? സഅദേ, നിനക്ക് സന്തോഷമായില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് ചോദിക്കുകയാണ്, സഅദേ, എന്ത് പെണ്ണിന് കൊടുക്കാനുള്ള മഹർ നിന്റെ കയ്യിലുണ്ടോ സഅദ്? പെണ്ണിന് കൊടുക്കാനുള്ള മഹർ നിന്റെ കയ്യിലുണ്ടോ സഅദ്? മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് സഅദിനോട് പറയുന്ന, സഅദ്, നീ ഉസ്മാന്റെ അടുക്കൽ പോയിട്ട് കാര്യമൊന്ന് പറഞ്ഞു നോക്കൂ, അലിയുടെ അടുക്കൽ പോയിട്ട് കാര്യമൊന്ന് പറഞ്ഞു നോക്കൂ. രണ്ടുപേരുടെയും മുന്നിലേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിടുകയോ. അവിടുന്ന് ദാ ചെന്നുകൊണ്ട് പറയുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കൊടുക്കുകയാണ്. മഹർ വാങ്ങാനുള്ള പൈസ അവിടുന്ന് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ,
മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അവിടുന്ന് കടന്നു വന്നപ്പോൾ അതാ അവിടുന്ന് ഒരു വിളിയാളം കേൾക്കുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട്, ജിഹാദിന് വേണ്ടിയിട്ട് അല്ലാഹുവേ ശത്രുക്കൾ കടന്നു വരുന്നവരോട് പോരാടാൻ വേണ്ടിയിട്ട് കഴിവുള്ളവര് മുഴുവനും മരണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിയാളം അവിടുന്ന് കേൾക്കുമ്പോൾ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അവിടുന്ന് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കള് ആ പണവുമായിട്ട് നേരെ ചന്തയിലേക്ക് പോവുകയാണ്. നേരെ ചന്തയിലേക്ക് പോയിട്ട് അല്ലാഹുവേ അവിടുന്ന് ഒരു കൊല്ലന്റെ അടുക്കിലേക്ക് ചെല്ലുകയോ. ആ കൊല്ലന്റെ മുന്നിലേക്ക് ചെന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നല്ല മൂർച്ചയുള്ള ഒരു വാളേക്ക് തരണേ. അവിടുന്ന് ഒരു കുതിരയും കൂടി വാങ്ങുകയാണ്. അല്ലാഹുവേ ഒരു കുതിരയും വാങ്ങി ഒരു വാളും വാങ്ങിയിട്ട് നേരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണ്. കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അതാ മുഖം മൂടി ധരിച്ചിട്ട് ഒരു സ്വഹാബി വല്ലാതെ അവിടുന്ന് യുദ്ധം നടത്തുകയാണ്. അവിടുന്ന് ശഹീദായി പോവുകയാണ്. യുദ്ധം കഴിഞ്ഞുകൊണ്ട് എല്ലാവരെയും വന്നുകൊണ്ട് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് നോക്കുമ്പോൾ, പ്രിയമുള്ളവര്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അവിടുന്ന് ശഹീദായി കിടക്കുകയോ. അല്ലാഹുവേ തന്റെ മുഖത്തേക്ക് മറഞ്ഞു കിടക്കുന്ന മുഖംമൂടിയുണ്ടല്ലോ, ആ മുഖംമൂടി എങ്ങോട്ട് മാറ്റുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരയുകയാണ്. ഇല്ലാ അല്ലാഹുവേ, എന്റെ സഅദാണല്ലോ കിടക്കുന്നത്, എന്റെ സഅദാണല്ലോ കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയോ, ആ തുണിയിൽ തന്നെ കഫൻ പുടവ പൊതിച്ചുകൊണ്ട് ഖബറടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുപോവുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോവുകയോ. സ്വഹാബത്ത് അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കാല് പൊക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. വിരലിൽ കുത്തിയിട്ടാണ് നടന്ന് പോകുന്നത്. സഹാബത്ത് ഇത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, ആ ഖബറിലേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഖബറിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്ന സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, അവിടുന്ന് ഒരു ദിക്ർ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, അവിടുന്ന് അത്ഭുതത്തിന്റെ ദിക്ർ പറയുകയാണ്. പിന്നീട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവേ, ഖബറടക്കിയിട്ട് എല്ലാവരും തിരികെ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്ത് നബിയേ, സഅദിന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് കാലതാ വിരലിൽ കുത്തിയാണല്ലോ നടന്നു പോയത് നബിയേ. മാത്രമല്ല, ഖബറിലേക്ക് സഅദിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഖബറിലേക്ക് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ അവിടുന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരയുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് പറയുന്ന, സഹാബോ, എന്തുകൊണ്ടാണെന്നറിയുമോ സഹാബോ?
സഅദിന്റെ മയ്യത്ത് ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു സഹാബത്ത്. സഅദിന്റെ മയ്യത്ത് കെട്ടിൽ വന്നുകൊണ്ട് പിടിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വന്നുകൊണ്ട് തിരക്ക് കൂട്ടുന്നത് കാരണമായിട്ട് എനിക്കൊന്ന് നിൽക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ലോ. അതുകൊണ്ടാണ് ഞാൻ വിരലിൽ കുത്തിക്കൊണ്ട് നടന്നത് എന്ന് അല്ലാഹുവേ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമതായിട്ടും മയ്യത്തിലേക്ക് ഖബറിലേക്ക് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയോ ആ സഅദിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിലേക്ക് വെച്ചപ്പോ ആ ഖബറിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ഖബറിന്റേതായ സുഗന്ധവും അതിന്റെ പ്രകാശവും കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. രണ്ടാമതായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞ ഉടനെ കടന്നു വരികയാണ്. സഅദിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് പോലും വെളിവാക്കിയിട്ട് ഊർലീങ്ങളായ പെണ്ണുങ്ങൾ സഅദിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നു എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ ഒരു സൗഭാഗ്യം കിട്ടിയതെന്നറിയുമോ? സഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, നബിയേ സഅദിന് ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടിയതെന്നാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, സഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബോ സഅദിന് അത്രയും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ആ സഅദിന്റേതായ ജീവിതത്തിൽ യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു യുവാവും ഇഷ്ടപ്പെടുന്നത് ദുനിയാവാണെങ്കിലോ, ഏതൊരു യുവാവും ഇഷ്ടപ്പെടുന്നത് ദുനിയാവാണെങ്കിലോ സഅദിന്റെ ഇഷ്ടപ്പെട്ടതെന്നറിയുമോ? നല്ലൊരു സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടി, കൊട്ടാരം പോലുള്ള വലിയ വീടുകൾ കിട്ടി, എല്ലാ സൗകര്യങ്ങളും സഅദിന് കിട്ടിയല്ലോ. എന്നിട്ട് പോലും അത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കടന്നു വന്നവനോ അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാതെ ഇഷ്ടമായിരുന്നു, ആഖിറത്തിനെ കുറിച്ചുള്ള പേടിയായിരുന്നു. അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലോ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലോ അല്ലാഹു കൊടുത്ത നിഅമത്താണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് ദുനിയാവ് വേണ്ട എന്നല്ല പറയുന്നത്, ദുനിയാവ് വേണമെടോ, നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾക്കെല്ലാം ദുനിയാവ് വേണമെടോ. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആഖിറമാണോ? അല്ലാഹുവിനെയാണ് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിനെയാണ് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, സഹാബത്തിനെയാണ് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. ആ ചരിത്രം ഒന്ന് പഠിക്കടാ പൊന്നുമോനെ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആഖിറം അവിടെ തിരഞ്ഞെടുത്തതിന്റെ പേരിലോ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം അവിടുന്ന് ലഭിച്ചുവല്ലോ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ എന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും അവിടുന്ന് കുലുങ്ങിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് അമലൊന്നും മഹാനവറുകൾ ചെയ്തിട്ടില്ല. ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല. വെറും ചുരുങ്ങിയ അമല് മാത്രമാണ് കിട്ടിയത്. ധാരാളം പ്രതിഫലവുമായിട്ടാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അവിടുന്ന് മടങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, യുവാക്കളെ
റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, ഒന്നാമതായി നമ്മൾ പിടിക്കേണ്ടത് എന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാറ്, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാറ് ഒന്നാമതായി നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒന്നാമതായി അല്ലാഹുവിനെ നീ സൂക്ഷിക്കണേ മോനെ. ഒന്നാമതായി നിന്റെ ഉള്ളിലേക്ക് തഖ്വയാണ് കടന്നു വരേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു മനുഷ്യനെ പോലും അല്ലാഹു ഇവിടെ പടച്ചിട്ടില്ല. ഒരു മനുഷ്യനെയും ഒരു ജിന്നുവർഗത്തെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമോനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതായ ഉദാഹരണങ്ങള് വല്ലാത്തൊരു അനുസരണയാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരു പിതാവ് മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. പരിശുദ്ധമായ സൂറത്തുൽ ലുഖ്മാൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്തു നോക്ക്. അതിലതാ അവിടുന്ന് തന്റെ പിതാവ് വന്നുകൊണ്ട് മകനോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. അല്ലാഹു തആല ഒരുപാട് തത്വജ്ഞാനങ്ങളും ഹിക്മത്തുകളും ഒരുപാട് അറിവുകളും അല്ലാഹു തആല കൊടുത്ത് ഉന്നതിയിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ചരിത്രം പറഞ്ഞു നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകരുമായി വല്ലാത്ത അവേദ്യമായ ബന്ധമുള്ള മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ലുഖ്മാനെ, നിനക്ക് പ്രവാചകത്വം വേണോ അതോ വിജ്ഞാനം വേണോ? പ്രവാചകത്വം വേണോ വിജ്ഞാനം വേണോ? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് ചോദിക്കുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ, എനിക്ക് ഇൽമു മതി, എനിക്ക് വിജ്ഞാനം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജ്ഞാനം കൊടുത്തു, അറിവ് കൊടുത്തു, ക്ഷമ കൊടുത്തു, തന്ത്രങ്ങൾ കൊടുത്തു. തന്ത്രം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന് അറിയാമായിരുന്നു. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ രസകരമായ പല സംഭവങ്ങളും അവിടുന്ന് ജീവിതത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനും ഒരു കഴുതയും, ഒരു കഥ പറയാ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനുണ്ട്, ഒരു കഴുതയുണ്ട്. എന്നിട്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു കഴുതയുടെ പുറത്ത് കയറി ഒന്ന് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് കഴുതയുടെ പുറത്ത് കയറിയിട്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തു. മകൻ ഇങ്ങനെ കടിഞ്ഞാണും പിടിച്ച് കയറും പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്നു. ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, എന്ത് വാപ്പയാടാത്, എന്ത് വാപ്പയാടാത്? ആ ചെറിയ മകനെ നടത്തിയിട്ട് വാപ്പ വലിയ രാജാവായിട്ട് കഴുതയുടെ മുകളിൽ കയറിയിട്ട് പോകുന്നു. ഇതെന്തൊരു വാപ്പയാടാ? ഒരൽപ്പം പോലും കാരുണ്യം ആ പൊന്നുമോനോടില്ലല്ലോ, ഒരൽപ്പം പോലും കാരുണ്യം ആ കുഞ്ഞിനോടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി, കഴുതയുടെ മുകളിൽ നിന്നിറങ്ങി. എന്നിട്ട് മകനെ പിടിച്ച് കഴുതയുടെ മുകളിൽ വെച്ചു. കഴുതയുടെ മുകളിൽ മകനെ ഇരുത്തി. എന്നിട്ട് യാത്ര ചെയ്തു. ആ സമയത്തും ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ജനങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, ആ മകൻ എത്ര ഗുരുത്വമില്ലാത്തവന്. വാപ്പാനെ നടത്തിയിട്ട് മകൻ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു. ആ മകൻ എത്ര അനുസരണയില്ലാത്തവനാണ്, ഗുരുത്വമില്ലാത്തവനാണ്. എന്തൊരു
കാലമാണിത് എന്നിങ്ങനെ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മകനെ ഇറക്കി. എന്നിട്ട് രണ്ടുപേരും നടന്നു, കഴുതയും നടന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും പറഞ്ഞു, എന്ത് മനുഷ്യന്മാരുടെ ഒരൽപ്പം തലയിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ആ കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യില്ലേ? കഴുതയുണ്ട്, യാത്ര ചെയ്യാൻ കഴുതയുണ്ടായിട്ട് ആ കഴുതയെ നടത്തിയിട്ട് ഇവര് നടന്നു പോകുന്നു. എന്ത് മണ്ടന്മാരാണ് ഇവര്, എന്ത് ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി. അങ്ങനെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കഴുതയുടെ പുറത്ത് കയറി മകനെയും കയറ്റിയിരുത്തി. രണ്ടുപേരും കൂടെ കഴുതയുടെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് യാത്ര ചെയ്തു. ആ സമയത്തും ഈ ജനങ്ങൾ പറഞ്ഞു, എന്ത് മനുഷ്യന്മാരാണ്, ഒരു ഇച്ചിരി പോലും കാരുണ്യമില്ലാത്ത മനുഷ്യന്മാര്. രണ്ടുപേരും കൂടെ ആ കഴുതയുടെ മുകളിൽ കയറി പോകുന്ന കണ്ടില്ലേ? ആ കഴുത എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും, ആ കഴുത എത്ര പ്രയാസപ്പെടുന്നുണ്ടാകും. അത് നാക്കെടുക്കാ പ്രാണി ആയതുകൊണ്ടല്ലേ അതിനോട് അങ്ങനെ കാണിക്കുന്നത് എന്ന് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മകനോട് പറഞ്ഞു, മോനെ, ഇപ്പൊ നീ കേട്ടില്ലേ വിഷയങ്ങള്? നമ്മൾ 4 കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കി. ആ 4 കാര്യങ്ങളിലും ജനങ്ങൾ അഭിപ്രായം പറഞ്ഞു. 4 കാര്യങ്ങളിലും ജനങ്ങൾ അഭിപ്രായം പറഞ്ഞു. അവര് മുഴുവനും പറഞ്ഞത് കുറ്റങ്ങളാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം, ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് മനുഷ്യന്മാര് പല അഭിപ്രായങ്ങളും പറയും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കുറ്റങ്ങളായിരിക്കും അവര് കണ്ടുപിടിക്കുക എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് മനുഷ്യന്മാരെ നോക്കിയിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ മനുഷ്യന്മാരെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. മനുഷ്യന്മാരുടെ വാ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ നിന്ന നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ. പൊന്നുമോന് തന്റെ മകനിക്ക് അവിടുന്ന് അനുസരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തന്റെ മകനിക്ക് അവിടുന്ന് അനുസരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. അത്രയും രസകരമായ ഒരു ജീവിതമായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ അവിടുന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടുന്ന് പറയുമ്പോൾ, അല്ലാഹുവേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഒരു അടിമയായിരുന്നല്ലോ. അടിമയായി ജീവിച്ചു കൊണ്ടുവന്നിരുന്നവരാണ്, ആടിനെ മേച്ചുകൊണ്ട് ജീവിച്ചു വന്നിരുന്നവരാണ്, കൃഷികൾ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നിരുന്നവരാണ്. അല്ലാഹുവേ അടിമയായി ജീവിക്കുന്ന സമയത്ത് തന്റെ യജമാനൻ വിളിക്കുകയാണ്, യാ ലുഖ്മാൻ, ഓ ലുഖ്മാനെ, എനിക്ക് നീ നദാ ഒരു ആടിനെ ഇറക്കണം ലുഖ്മാന്, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ആടിനെ ഇറക്കണം ലുഖ്മാന്, എന്നിട്ടത് അതിന്റെ ഏറ്റവും നല്ല ഭാഗം എനിക്ക് കൊണ്ടുവരണം ലുഖ്മാന്. അല്ലാഹുവേ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഓടി ചെന്നുകൊണ്ടതാ ഒരു ആടിനെ ഇറക്കുകയാണ്. എന്നിട്ടതാ നല്ല ഭാഗങ്ങൾ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ യജമാനന്റെ മുന്നിലേക്ക് ആടിന്റെ 2 ഭാഗങ്ങൾ അവിടുന്ന് കൊണ്ടുവരികയാണ്. 2 ഭാഗങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നു. ഏതൊക്കെയാ കൊണ്ടുവന്നതെന്നറിയുമോ? അല്ലാഹുവേ അവിടുന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ യജമാനന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ആടിന്റെ നാക്ക് കൊണ്ടുവന്ന് വെച്ചു. രണ്ടാമത് ഹൃദയം കൊണ്ടുവന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് യജമാനൻ അവിടുന്ന് ചോദിക്കുകയാണ്, ഈ 2 സാധനമേ നിനക്ക് കിട്ടിയുള്ളോ ലുഖ്മാന്? അല്ലാഹുവേ ദിവസങ്ങളും മാസങ്ങളും അവിടുന്ന് കഴിഞ്ഞുപോയി. വേറൊരു ദിവസം അവിടുന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ലുഖ്മാനെ, അതിൽ ഏറ്റവും മോശമായ അവയവങ്ങൾ കൊണ്ടുവാ ലുഖ്മാന്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ആടിനെ ഇറത്തിട്ട് അതിൽ നിന്നും ഏറ്റവും മോശമായ 2 അവയവങ്ങൾ കൊണ്ടുവരൂ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറയുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അതാ കൊണ്ടുവരികയാണ്. ഏറ്റവും മോശമായ 2 കാര്യങ്ങൾ അവിടുന്ന് കൊണ്ടുവരികയാണ്. ഏതൊക്കെയെന്നറിയുമോ? ഒന്നാമതായി നാവ് കൊടുക്കുകയാണ്, രണ്ടാമതായി ഹൃദയം അവിടുന്ന് കൊടുത്തു. ആ സമയത്ത് യജമാനനായ മനുഷ്യൻ അവിടുന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങളോട് പറയുകയാണ്, ലുഖ്മാനേ,
ഏറ്റവും നല്ല സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ, ഒരവയവം നല്ല അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നീ അതാ നാവ് കൊണ്ടുവന്നു, ഹൃദയവും കൊണ്ടുവന്നു. ഏറ്റവും മോശമായത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ സമയത്തും നീ നാവും കൊണ്ടുവന്നു, ഹൃദയവും കൊണ്ടുവന്നു. എന്തേ ഇത് രണ്ടിന്റെയും കാര്യമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് യജമാനനോട് പറയുകയാണ്, ഏറ്റവും നല്ല കാര്യം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം എന്ന് പറയുന്നത് നമ്മുടെ നാവും നമ്മുടെ ഹൃദയവുമാണ് യജമാനര്. രണ്ടാമതായി നമ്മുടെ ഏറ്റവും മോശമായ അവയവം എന്ന് പറയുന്നത് അതും നാവും ഹൃദയവുമാണ് എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോൾ, എന്നിട്ടതാ അവിടുന്ന് പറയുകയാണ്, ഇതെന്നാണ് മോശമായ, ഇതെന്നാണ് മോശമായ, ഈ നാവും ഹൃദയവും എങ്ങാണ് മോശമായാൽ അവൻ മുഴുവനും മോശമായി. ഇതെങ്ങാണം നന്നായാൽ, ഈ നാവും ഹൃദയവും എങ്ങാണം നന്നായാൽ അവൻ മൊത്തത്തിൽ അങ്ങ് നന്നായി എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോൾ, അങ്ങനെ രസകരമായ അല്ലാഹുവേ ഒരുപാട് ചരിത്രങ്ങളോ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത ചരിത്രത്തിലുണ്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ, ഒരു മനുഷ്യന് നന്നാകണമെങ്കിൽ അവന്റെ നാവ് നന്നാകണം, അവന്റെ ഹൃദയം നന്നാകണം. അവന്റെ ശരീരത്തിൽ ഏറ്റവും നല്ലതായ അവയവങ്ങൾ ഇത് രണ്ടാണ്, എന്നാൽ ഏറ്റവും മോശമായതും ഇത് രണ്ടും തന്നെയാണ്. അല്ലാഹുവേ, അവിടുന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, എന്നാ നിന്റെ ഹൃദയത്തിലേക്ക് യുവത്വമേ നിങ്ങൾ നന്നാകാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിനോടുള്ള തഖ്വ നിങ്ങൾ കൊണ്ടുവരണേ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയോ. ആ ഹൃദയത്തിലേക്ക് തഖ്വ കൊണ്ടുവരണേ. ആ തഖ്വയുണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല സംസാരങ്ങൾ പുറത്തേക്ക് കടന്നു വരികയുള്ളൂ. മോശമായ ഹൃദയമായി കടന്നു പോയാൽ ഏറ്റവും മോശമായ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരോ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടാറില്ല, എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടാറില്ല. കാരണം എന്താ പെങ്ങളെ? നമ്മൾ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താ പെങ്ങള്? ചില ആൾക്കാരോട് നമുക്ക് കൂട്ടുകൂടാൻ കഴിയില്ലല്ലോ. അവരുടെ വായിൽ നിന്ന് വരുന്നത് വളരെ മോശമായ വാക്കുകളാണ്. എപ്പോഴും അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എപ്പോഴും തെറി വിളിച്ചുകൊണ്ട് നടക്കുകയാണ്, എപ്പോഴും ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, അവരോട് നമ്മൾ കൂട്ടുകെട്ടാറില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ നാവങ്ങാണമെന്ന് മോശമായി പോയാൽ നമ്മുടെ കൂട്ടുകാര് പോലും നമ്മളെ വെറുത്തിട്ട് അകന്നു പോവുകയാണ്, നമ്മുടെ അയൽവാസികൾ അകന്നു പോവുകയാണ്, നമ്മുടെ കുടുംബക്കാരകന്നു പോവുകയാണ്, നമ്മളോട് ബന്ധപ്പെട്ടവർ മുഴുവനും അകന്നു പോവുകയാണ്. അതുകൊണ്ട് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണേ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലേക്ക് തഖ്വ കൊണ്ടുവാ. അല്ലാഹുവേ, നമ്മൾ ജുമാഅക്കദാ പള്ളിയിലേക്ക് പോകുമ്പോ ഇമാം അവിടുന്ന് ഖുത്ബയോതുകയാണ്, ഇമാം അവിടുന്ന് ഖുത്ബയോതുകയാണ്. ആ ഖുത്ബ സ്വീകരിക്കണമെങ്കിൽ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണമല്ലോ. യാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവേ, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാതെ കണ്ടു ആ ഖുത്ബ പോലും അവിടുന്ന് സ്വീകരിക്കുകയില്ല, ആ ഖുത്ബ പോലും സഹീഹാവുകയില്ല. അല്ലാഹുവേ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അവിടുന്ന് കേൾക്കുന്നവരാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളൊന്ന് ശുദ്ധിയാക്കണേ. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിലോ നല്ലതുപോലെ തഖ്വ നമ്മൾ കൊണ്ടുവരണേ. അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത നമ്മൾ കൊണ്ടുവരണേ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ സഹാബത്തിന്റെ ചരിത്രം എടുത്തുകൊണ്ട് പഠിച്ചു നോക്കുമ്പോൾ അല്ലാഹുവേ മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാ മതിയടോ. നമുക്ക് വല്ലാത്ത തഖ്വ അവിടുന്ന് കയറി വരികയാണ്. നമ്മുടെ സ്വഭാവം അവിടുന്ന് നന്നായി പോവുകയാണ്. അല്ലാഹുവേ പിടിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവേ കഞ്ചാവ് അടിച്ചുകൊണ്ട് MDMA അടിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പോലും അകന്നുകൊണ്ട് ജീവിക്കുന്ന യുവത്വമേ, അല്ലാഹുവേ തന്റെ മാതാപിതാക്കളോട് പോലും അനുസരണയില്ലാതെ സ്നേഹമില്ലാതെ പെരുമാറ്റമില്ലാതെ വെറും നെറികെട്ടവനെ പോലെ നടക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ യുവത്വം അവിടുന്ന് അവസാനിക്കുന്നതിന് മുമ്പ്, ഈ യുവത്വം അവിടുന്ന് അവസാനിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ആ ചരിത്രം ഒന്ന് പഠിച്ചാ മതിയടോ. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ വന്നപ്പോൾ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത ഉടുപ്പിട്ടുകൊണ്ട് പോയവരാ. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത ഉടുപ്പിട്ടുകൊണ്ട് ഷർട്ടിട്ടുകൊണ്ട് നടന്നവരാണ്. അങ്ങനെ രാജികമായി ജീവിച്ചവരാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് കാണുമ്പോൾ അതാ ഒരു സന്ദർഭത്തിൽ അവിടുന്ന് കാണുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് അവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന, സഹാബ, മുസ്അബിനെ കണ്ടിട്ട് കരഞ്ഞതാണ് സഹാബ, മുസ്അബിനെ കണ്ടിട്ട് കരഞ്ഞു പോയതാണ് സഹാബ. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്തിനാണ് മുസ്അബിനെ കാണുമ്പോൾ കരയുന്നത്? എന്തിനാണ് മുസ്അബിനെ കാണുമ്പോൾ കരയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മുസ്അബിനെ കണ്ടാൽ എങ്ങനാ കരയാതിരിക്കുന്നത്? മുസ്അബ് എങ്ങനെ നടന്നവനാണെന്നറിയുമോ? അല്ലാഹുവേ, മക്കയിലെ ഏറ്റവും ഉന്നതമായ കുലജാതിയിൽ പിറന്നവരാണ്. രാജകീയമായി ജീവിച്ചവനല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ. അല്ലാഹുവേ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടുവന്ന മുസ്അബ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്നപ്പോൾ തന്റെ സഹപാഠികൾ വന്ന് മുസ്അബിനോട് പറയുകയാണ്, മുസ്അബേ, അതാ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങളെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. അതൊന്നും നമ്മുടെ യഥാർത്ഥ ദൈവങ്ങളല്ലോ. അതൊന്നും അതിന്റെ മുന്നിലല്ല നമ്മളൊന്ന് പോയി തലകുനിച്ച് നിൽക്കേണ്ടത്. മുഹമ്മദിന്റെ വാക്കുകൾ അവിടുന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഓടുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. പാത്തും പതുങ്ങിയും പുറയും ഓടി ചെല്ലുകയാണ്. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് പോയിരുന്നു കൊണ്ട് കാര്യങ്ങൾ മുഴുവനും അവിടുന്ന് കേൾക്കുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, ആഖിറത്തെ കുറിച്ച് അവിടുന്ന് കേട്ടപ്പോൾ, അല്ലാഹുവേ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലേക്ക്, അവിടുത്തെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം അവിടുന്ന് കടന്നു വരികയാണ്. അവിടുന്ന് അല്ലാഹുവേ തഖ്വ കടന്നു വരികയാണ്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളോട് കൈപിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനിതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന നബിയേ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ വീട്ടിലെ ഉമ്മയതാ ചോദിക്കുകയാണ്, മുസ്അബേ, നീ എത്ര സമയം എവിടെ പോയിരുന്നു മുസ്അബേ? അല്ലാഹുവേ, എവിടുന്ന് ഉമ്മ പിടിക്കുകയാണ്. മുഹമ്മദിന്റെ ദീൻ എവിടുന്ന് സ്വീകരിച്ചു എന്ന് ഉമ്മ അറിയുകയാണ്. മുസ്അബിനോട് പറയുന്ന, മുസ്അബേ,
ഞാൻ കേൾക്കുന്നത് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ, ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുമ്പോൾ മുസ്അബ് പറഞ്ഞു, ഉമ്മാ, നമ്മളതാ ബിംബങ്ങളെ ആരാധിക്കുകയാണല്ലോ, നമ്മൾ ബിംബങ്ങളെ ആരാധിക്കുകയാണല്ലോ. അതൊന്നും നമ്മുടെ ദൈവങ്ങളല്ലോ, അതിന്റെ മുന്നിലല്ല നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. ഉമ്മയ്ക്ക് അവിടുന്ന് വഅദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മ അവിടുന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, മുസ്അബേ, എന്നോട് കൂടുതലായിട്ടൊന്നും പറയണ്ട മുസ്അബ്. അല്ലാഹുവേ, അവിടുന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഉമ്മ അവിടുന്ന് പറയുകയാണ്, മുസ്അബേ, നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിലോ, നിന്നോട് എനിക്ക് ഇഷ്ടം വരണമെങ്കിലോ, നീ എന്റെ മകനായി ഇവിടുന്ന് ജീവിക്കണമെങ്കിലോ, ആ മുഹമ്മദിന്റെ മതം ഇവിടുന്ന് വലിച്ചെറിയണമെന്ന് ഉമ്മ ഇവിടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മാ, അതെങ്ങനെ വലിച്ചെറിയാൻ കഴിയുന്നതുമ്മോ? അത് യഥാർത്ഥ മതമാണല്ലോ, അതൊന്ന് പഠിച്ചു നോക്കുമ്മ, അതൊന്ന് പഠിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അത് യഥാർത്ഥ മതമാണ്, അതാണ് നമ്മൾ കൈക്കൊള്ളേണ്ടതെന്ന് പറയുമ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ ഇവിടുന്ന് പറയുകയോ, മുസ്അബേ, ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് കുടിക്കണമെങ്കിലോ ആ മതം മുഹമ്മദിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് വോ, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിനക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് ഉമ്മയതാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു വീട് വിട്ടിറങ്ങുകയോ, അവിടുന്ന് വീട് വിട്ടുകൊണ്ട് ഇറങ്ങുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന വഴിക്ക് തന്റെ ഉമ്മ വിളിച്ചു പറയുകയാണ്, മുസ്അബേ, നീ ഇട്ടുകൊണ്ടുപോകുന്ന വസ്ത്രം പോലും എന്റേതാ മുസ്അബ്, നീ ഇട്ടുകൊണ്ടുപോകുന്നതായ വിലപിടിപ്പുള്ള വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം പോലും എന്റേതാ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലും അവിടുന്ന് ഊരി മേടിക്കുകയാണ്. അല്ലാഹുവേ, വെറും അല്ലാഹുവേ, മൃഗത്തിന്റെ തോലണിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് സലാം പറയുകയാ, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഉമ്മയും എന്റെ കുടുംബക്കാരും എന്നെ കൈയൊഴിഞ്ഞു നബിയേ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പിന്നെ അവിടെ താമസിക്കുകയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവിടുന്ന് താമസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് അവിടുന്ന് ദാരിദ്ര്യത്തിലാണ് ജീവിച്ചു വരുന്നത്. അല്ലാഹുവേ, സുഖലോലുപനായി ജീവിക്കാമായിരുന്നല്ലോ. എന്നെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികള്, അല്ലാഹുവേ, ഇന്ന് നമ്മൾ ഓരോരുത്തരും സുഖലോലുപനായി ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണല്ലോ. എങ്ങനെ വേണമെങ്കിലും സൂഹിക്കണമെന്നുള്ള ചിന്തയില്ലാതെ വേറൊന്നും നമ്മുടെ മനസ്സിലില്ലല്ലോ. അല്ലാഹുവേ, ഹലാലില്ല, ഹറാമില്ല, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഏതെങ്കിലും രൂപത്തിൽ കയ്യിലെ കാശ് വന്നാൽ അത് ഹറാമാണോ ഹലാലാണോ എന്ന് പോലും നോക്കാതെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന യുവത്വമേ, അല്ലാഹുവേ, ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അല്ലാഹുവേ, ഇന്ന് മുസ്ലിം നാമധാരികളുടെ പേരാണ് 5 കിലോ കഞ്ചാവുമായി പിടിച്ചിരിക്കുകയാണോ, 10 കിലോ കഞ്ചാവുമായി പിടിച്ചിരിക്കുകയാണോ, എയർപോർട്ടിൽ സ്വർണം കൊണ്ടുവന്ന് പിടിച്ചിരിക്കുകയാണോ. ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമും ഹലാലും ഒന്നും നമുക്ക് തിരിച്ചറിയില്ലോ. എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കിയാ മതി, എങ്ങനെ വേണമെങ്കിലും സുഖിച്ചാ മതി. അല്ലാഹുവേ, ഹറാമിയത്തും ഹലാലും ഒന്നും നോക്കാതെ കണ്ട് ജീവിക്കുന്ന കാലമോ, അല്ലാഹുവേ, ദുനിയാവിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം പോലും വിൽക്കുന്ന കാലമല്ലോ, സ്വന്തം ജീവിതം പോലും നശിപ്പിച്ചു കളയുന്ന കാലമല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനേ, മഹാനായ
മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ദരിദ്രനായി ജീവിക്കുമ്പോൾ അല്ലാഹുവേ മറുഭാഗത്ത് എല്ലാ സുഖങ്ങളും അവിടെ കിടക്കുകയാണ്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൊട്ടാരം പോലത്തെ വലിയ വീടുകളുണ്ട്, സമുച്ചയങ്ങളുണ്ട്, വലിയ തോട്ടങ്ങളുണ്ട്, അവന് സഞ്ചരിക്കാൻ നല്ല മനോഹരമായ വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് സലാം പറയുകയാണ്. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് സലാം പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് ദാരിദ്ര്യത്തിന്റെ ജീവിതമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ രണാങ്കളത്തിൽ അവിടുന്ന് കൊടി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൊടി കൊടുക്കുകയാണ്. ആ കൊടിയും പിടിച്ചുകൊണ്ട് ഉഹുദിന്റെ രണാങ്കളത്തിലേക്ക് കടന്നുപോയി. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ശഹീദായിട്ട് നിലത്ത് വീഴുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടുത്തതായ കഫം പുടവ എടുത്തുകൊണ്ട് പുതപ്പിക്കുമ്പോൾ തലമറയ്ക്കുമ്പോ കാല് വെളിവാകുകയാണ്, കാല് മറയ്ക്കുമ്പോ തല വെളിവാകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, ഒന്നും ബാക്കി വെക്കാതെ കണ്ടു ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയോ നല്ല പ്രസരിപ്പുള്ള യുവാവായിരുന്നതോ. മക്കയിൽ നിന്ന് നല്ല വാഹനത്തിൽ വരുമ്പോൾ മക്കയിലെ സുന്ദരികളായ പെണ്ണുങ്ങൾ അവിടുന്ന് നോക്കി നിൽക്കുമായിരുന്നു. മുസ്അബിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടു യമനിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും ഉന്നതമായ സൗന്ദര്യമുള്ള നല്ല സുഗന്ധമുള്ള വസ്തുക്കളോ നല്ല പെർഫ്യൂമുകൾ അടിച്ചുകൊണ്ടായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. ആ വാസനയൊന്ന് ഏൽക്കാൻ വേണ്ടിയിട്ട്, ആ വാസനയൊന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് മക്കയിലെ സുന്ദരികൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി നിൽക്കുമായിരുന്നു. ആ മുസ്അബാണ് ഈ കിടക്കുന്നത്. കഫം പുടവ പോലും പുതയ്ക്കാൻ തുണിയില്ലല്ലോ. അത്രത്തോളം അല്ലാഹുവേ എല്ലാ ദീനിനു വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ മുസ്അബ്. അല്ലാഹുവേ ചെറുപ്പക്കാരോ, നിന്നെ പോലുള്ള യുവാവാണോ ചെറുപ്പക്കാരോ? അല്ലാഹ് എന്നുള്ള പേടി വന്നപ്പോൾ, ആഖിറത്തിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഖബറിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ, നാളെ മീസാനിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ, സിറാത്തിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ, നാളെ മഹ്ശറയിൽ പോയി ലക്ഷക്കണക്കിന് വർഷങ്ങൾ പോയി നിൽക്കണമല്ലോ. ഇതെല്ലാം ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. സ്വർഗ്ഗത്തിന്റെ ഉന്നത സ്ഥാനങ്ങളും മാനങ്ങളും വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് യാത്രയാക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരോ, നീ യുദ്ധത്തിന് പോകണമെന്നല്ല പറഞ്ഞത്. എടാ ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ ഭവനം നിന്റെ മുന്നിലുണ്ടല്ലോ പൊന്നുമോര്. അവിടുന്ന് ദാ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അതാ നിന്റെ തൊട്ടടുത്തതായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കുലിതിന് കേട്ടിട്ട് പോലും അല്ലാഹുവേ മൈൻഡ് ചെയ്യാതെ പുറംതിരിഞ്ഞു പോകുന്ന യുവത്തവ്, പൊന്നുമോനെ, നിന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു വരട്ടടോ, നിന്റെ ഹൃദയത്തിലേക്ക് തഖ്വ കടന്നു വരട്ടെ പൊന്നുമോനെ. തഖ്വല്ലാഹു മദാറു കുല്ലി സഅദതി واتباع وهو رأس كل هبائل. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അച്യുതണ്ടെന്ന് പറയുന്നത് തഖ്വയാണ്. അതാണ് മഹത്തുക്കൾ പറഞ്ഞത്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് തഖ്വ വേണമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം എന്ത്? തഖ്വ വേണം. ഹൃദയത്തിൽ തഖ്വ വേണം, അല്ലാഹുവിനോടുള്ള സൂക്ഷ്മത വേണം. അല്ലേ, നമ്മുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു കോടീശ്വരനായിരുന്നു. രാജാവിന്റെ മകനായി ജീവിച്ച ആളാണ്. സ്വർണം കൊണ്ട് നെയ്ത നൂല്, സ്വർണം കൊണ്ട് നെയ്തിരിക്കുന്ന വസ്ത്രങ്ങള്, ആ വസ്ത്രം ഉടുത്തുകൊണ്ട്
ഇങ്ങനെ വരുമ്പോ മക്കയെ കൂടെ വരുമ്പോ മക്കയിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. അത്രയും സൗന്ദര്യവും ആ വസ്ത്രം ഇട്ടുകൊണ്ടുവരുമ്പോ വല്ലാത്തൊരു ഭംഗിയാണ്. ആ ഭംഗി കാണാൻ വേണ്ടി പെണ്ണുങ്ങൾ പോലും ക്യൂ നിൽക്കുമായിരുന്നു. ആ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ ആഖിറമാണ് വലുത്. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, എപ്പോഴും ശേഷിക്കുന്നത് ആഖിറമാണ്, ദുനിയാവല്ല. ദുനിയാവിൽ നിന്നെങ്കിൽ നാളെ കഴിഞ്ഞു പോകും അല്ലേ? ദുനിയാക്കെ മുസാഫിർ മൻസിൽ തെരി ഖബർ ഹേ. നമ്മളിവിടെ യാത്രക്കാരാ, ദുനിയാവിലെ നമ്മളെ യാത്രക്കാരാ പൊന്നുമോനെ. ഇന്നല്ലെങ്കിൽ നാളെ 30, 40, 50 വയസ്സൊക്കെ ആയില്ലേ? എവിടെ പോയി നമ്മുടെ ശേഷിച്ച വയസ്സുകൾ? കഴിഞ്ഞുപോയ വയസ്സുകളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ വർഷങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത്. സ്കൂളിൽ പഠിച്ച കാലം, ഉമ്മ നോക്കിയ കാലം, ഉമ്മ ഉണ്ടായിരുന്ന കാലം, വാപ്പ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയ കാലം, ഇതെല്ലാം പോയില്ലേ? അതെല്ലാം മറന്നുപോയില്ലേ? അതെല്ലാം ഒരു സ്വപ്നം പോലെ ആയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻ ഫി ദുനിയ കന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅബ്ദ നഫ്സക ബിൻ അസ്ഹാബിൽ ഖുബൂർ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, കുൻ ഫി ദുനിയ കന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു പരദേശിയെ പോലെയാവുക. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. വഅബ്ദ നഫ്സക ബിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ നീ തയ്യാറാക്കി വെച്ചോ, നിന്റെ ശരീരത്തെ നീ തയ്യാറാക്കി വെച്ചോ. നിന്റെ അടുക്കൽ അസ്രായീൽ വരുമ്പോൾ ഖബറിലേക്ക് പോകാൻ, ആ ഖബർ എന്ന് പറയുന്ന ഒന്നാമത്തെ വീട്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ഒന്നാമത്തെ പടിയാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ. ആ ഖബറിലേക്ക് പോകാൻ നിന്റെ ശരീരത്തെ നീ തയ്യാറാക്കി വെച്ചോ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് യുവാക്കള്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, നമ്മൾ ഇന്ന് സിനിമയും മൊബൈലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കണ്ട് നമ്മുടെ സമയം വെറുതെ നമ്മൾ ചെലവഴിച്ച് കളയുക. എത്ര മണിക്കൂറാണ് അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്. അല്ലാഹുവേ, ഇന്ന് പല മക്കൾക്കും തലവേദനയാണ്, പലമാതിരിയുള്ള അസുഖങ്ങളാണ്. ഡോക്ടറിനൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് മൊബൈൽ ഉപയോഗം ഒന്ന് കുറയ്ക്ക്. മൊബൈൽ നോക്കിയിരിക്കുന്നതിന് കണ്ണിന്റെ കാഴ്ച കുറയുന്നു, തലവേദന ഉണ്ടാകുന്നു, മറതി ഉണ്ടാകുന്നു, ഇതെല്ലാം ഉണ്ടാകുന്ന ഇതിൽ കൂടിയ അമിതമായ, അതിൽ അഡിക്റ്റായിക്കൊണ്ട് അമിതമായിട്ടുള്ള ഉപയോഗം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു സമൂഹം, അടുത്ത തലമുറ പോലും നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അടുത്ത സമൂഹം നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുകയാണ്, തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബനിയ അഖിമിസ് സ്വലാത്ത്, പൊന്നുമോനെ നീ നിസ്കാരം നിലനിർത്തണേ പൊന്നുമോന്. അല്ലാഹുവേ, തന്റെ മകനെ വിളിച്ചുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് അവിടുന്ന് ആദ്യമായി പറയുന്നത് അഖിമിസ് സ്വലാത്ത്, പൊന്നുമോനെ നിസ്കാരം നീ നിർത്തണേ. അല്ലാഹുവേ, അവിടുന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊന്നുമോനോട് പറയുകയാണ്, എന്റെ മുന്നിലിരിക്കുന്ന വാപ്പമാരോട്, സഹോദരിമാരോട്, നമ്മുടെ മക്കളോട് ഇന്നേ വരെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെതായ ദുരിമന്ത്രം കേൾക്കുമ്പോൾ, ആ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടോ? മോനെ ഷഫീഖേ, പള്ളിയിൽ പോടാ സമയമായല്ലോ എന്നതുപോലും പറയാൻ പറ്റാത്ത കാലമാണല്ലോ. ഇന്ന് ഉമ്മമാര് വാപ്പമാരെന്തെങ്കിലും പറഞ്ഞു പോയാൽ കത്തിയെടുത്തുകൊണ്ട് വന്ന് വാപ്പാന്റെയും ഉമ്മാന്റെയും കെടുത്തിറക്കുന്ന കാലമോ, അല്ലാഹുവേ, കുടിക്കുന്ന ചായയിൽ വിഷം കലത്തി കൊടുക്കുന്ന കാലമാണ്. തുണിയെടുത്തുകൊണ്ട് കഴുത്തിൽ വെച്ചുകൊണ്ട് മുറുക്കിക്കൊല്ലുന്ന കാലമാണ്. ഇന്ന് സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്.
വാപ്പയോടും ഉമ്മയോടും സ്നേഹമില്ലാത്ത കാലമാ. അവർക്കാകെ സ്നേഹമുള്ളത് പണത്തിനോടാ, അവർക്കാകെ സ്നേഹമുള്ളത് പണത്തിനോടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ പ്രായം മുതലേ നീ ഒന്ന് ശീലിപ്പിക്കണേ. ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് കളിപ്പിക്കല്ലോ. അത് നിനക്ക് ഏറ്റവും വലിയ വിനാശമാണ്. നിന്റെ ഏറ്റവും വലിയ നാശമാണ് അതിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, 7 വയസ്സുള്ള അല്ലാഹുവേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് ടിവി ഒന്ന് ഓഫാക്കാനും പറഞ്ഞതിന്റെ പേര് ടിവി ഒന്ന് ഓഫാക്കുമോള്. എത്ര നേരമായി നീ ടിവി കാണുന്നു? ആ ടിവി ഒന്ന് ഓഫാക്കിയിട്ടൊന്ന് കുറച്ചു നേരം വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിച്ചതിന്റെ പേരില് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് വീടിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടു അതാ ഫാനിൽ കുരുക്കിട്ടുകൊണ്ട് കഴുത്തിലേക്ക് കുരുക്കിട്ടുകൊണ്ട് തൂങ്ങി മരിക്കുകയോ. അങ്ങനത്തുള്ള പോലുള്ള വലിയ വലിയ അവസ്ഥകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നമ്മളെ പോലും ഞെട്ടിക്കുന്ന അവസ്ഥകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ വളർന്നു വരുന്നതിന് മുമ്പ് അവർക്ക് 7 വയസ്സാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചതല്ലേ, ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതല്ലേ, 7 വയസ്സാകുമ്പോ നീ അവനെ മര്യാദ പഠിപ്പിക്കണേ. ആ പൊന്നുമോനെ നിസ്കാരം അവിടുന്ന് ശീലിപ്പിക്കണേ. അത് തന്നെയാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, യാ ബുനയ്യാ അഖിമി സ്വലാ, നിസ്കാരം നീ നിർത്തിക്കോ പൊന്നുമോര്. ആ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എവിടുന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കൂ, അതിന്റെ മഹത്വം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ആ നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കി കൊടുക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞതാണല്ലോ, വഖ്റഹലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവേ, നമ്മളോട് അവിടുന്ന് പറയുകയോ, നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഖ്റഹലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിന്റെ നേർക്ക് വരുന്നതാണ്. അതുകൊണ്ട് നീ ക്ഷമിക്കണം. ബാപ്പയോട് പറയാൻ, ഉമ്മയോട് പറയാ, നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് പറയുമ്പോ മക്കള് പറയും, പണിവല്ല നോക്കൂ വാപ്പ, ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ നിസ്കരിച്ചോളാം. ആര് പറയും? മക്കള് പറയും. അതുകൊണ്ട് നീ ക്ഷമിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അവരെ നിസ്കരിക്കുന്നവരാക്കണം, നിസ്കാരത്തിന്റെ ശീലമുള്ളവരാക്കണം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയല്ലേ. അവരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോ നീ അത് ക്ഷമ ഒലിപ്പിക്കേണ്ടി വരും. കാരണം അവർക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ശീലിപ്പിക്കുമ്പോ അത് ചെയ്യാൻ ഇച്ചിരി പാടുള്ള കാര്യമാണ്. നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നതുപോലെ നമ്മുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും നമ്മൾ നിസ്കരിക്കുകയും നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുമ്പോ അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലായി കഴിഞ്ഞാല് പിന്നെ അത് മധുരിക്കും. നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബാങ്ക് വിളി കേൾക്കുമ്പോ തന്നെ അവൻ എവിടാ ഉള്ളത് അവിടെ ഒന്നുകൊടുത്ത് നിസ്കരിക്കും, അവിടെ ഒന്നുകൊടുത്ത് നിസ്കരിക്കും. അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊടുത്തു. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കുല്ലുക്കും റായും വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മളെല്ലാവരും ഭരണാധികാരികളാ. നീ നിന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാ. വാപ്പ, ഉമ്മ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭരണാധികാരികളാ. നാളെ മക്കള് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചാല് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അതിന് സമാധാനം പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ചെറിയ പ്രായത്തിലെ തന്റെ മകനോട് അവിടുന്ന് പറയുകയാണ്, നിസ്കാരം കൊണ്ട് അവിടുന്ന് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വഅ്മുറു ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണേ മോനെ. വൻഹാനിൽ മുങ്കര്, മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണേ എന്തോ മഹാനായ
ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതാ അവിടുന്ന് പറയുകയാണ്, വസ്ബിർ അലാ മാ സാബക. മോനെ, നിന്റെ ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ചു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിവട്ടങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നീ അവിടുന്ന് ക്ഷമിക്കണേ, അതെല്ലാം നീ അവിടുന്ന് ക്ഷമിക്കണേ എന്ന് മഹാനവറുകളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാര്, ഇതാണ് നമ്മുടെ മക്കളോട് നമ്മൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളോട് അവിടുന്ന് പറയുകയോ, അല്ലാഹുവിനെ കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കൊണ്ടുവാ പൊന്നുമോര്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമതായി അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യാ സ്വഹാബാ, യുവത്വത്തെ കുറിച്ച് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ യുവത്വത്തെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. അതിന്റെ മഹത്വം അവിടുന്ന് പറയുകയാണ്. സബഅതു യളില്ലഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു വശഅബുൻ നസഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മഹാനവറുകളെ പഠിപ്പിക്കുകയാണ്. യുവത്വത്തിൻ്റെതായ പ്രാധാന്യം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യുവത്വത്തിന്റെ പ്രാധാന്യം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു പോകുമ്പോൾ എല്ലാവരും അവിടുന്ന് കടന്നു വരികയാണ്. എല്ലാവരും അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, പല കോലത്തിനാണ് ഓരോ മനുഷ്യരും അവിടുന്ന് നാളെ പടച്ചവന്റെ പരലോകത്ത് വരുന്നത്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്ത്, പേപ്പട്ടിയുടെ കോലത്തില്, മലയോളം വലിപ്പമുള്ള വയറും വലിച്ചുകൊണ്ട് വരുന്നവര്, ഗുഹ്യഭാഗത്തൂടെ ചീഞ്ചനം ഒഴുകിയിട്ട് കടന്നു വരുന്നവര്, പല കോലത്തിലും അവിടുന്ന് മനുഷ്യനവിടുന്ന് കടന്നു വരുമ്പോൾ അവിടെ ഒരു തണലുമില്ലല്ലോ പ്രിയപ്പെട്ടവര്. എല്ലാവരും അവിടുന്ന് വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ്. ഓരോരുത്തരും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങുകയാണ്. സൂര്യനതാ ഒരു ചാണമുകല വന്ന് നിൽക്കുമ്പോൾ ചെമ്പിന്റെ തറയിലതാ മനുഷ്യന്മാര് നിൽക്കുകയാണ്. എല്ലാവരും അവിടുന്ന് ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് വല്ലാതെ പൊള്ളുമ്പോൾ അല്ലാഹുവേ, പാദത്തിന്റെ ഭാഗം വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മുട്ടുവരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. അരവരെയും മുട്ടിൽ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. കഴുത്ത് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കോലത്തും നാളെ പടച്ചവന്റെ പരലോകത്ത് അവിടുന്ന് കാണുമ്പോൾ അവിടുന്ന് ഒരേ ഒരു തണല് മാത്രമാ ഉള്ളത്. എങ്ങും ഒരു തണലുമില്ലല്ലോ, ഒരു തണലുമില്ല. ഒന്ന് കയറി നിൽക്കാൻ ഈ ദുനിയാവിൽ ഒരു തണലുണ്ട്. നമുക്ക് ഒരുപാട് ആശ്രയ കേന്ദ്രങ്ങളുണ്ട്. നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരു തണല് പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവിടെ ഒരേ ഒരു തണലേതാണെന്നറിയുമോ? യുദില്ലഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ, അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. അങ്ങനെ അല്ലാഹുവിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആൾക്കാരുണ്ട്. അല്ലാഹുവേ, അവിടുന്ന് ഒരു തണലുമില്ല. അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലില്ല. ആ തണല് കിട്ടുന്ന 7 വിഭാഗക്കാരുണ്ടോ ചെറുപ്പക്കാരോ? അത് ഒരു വിഭാഗം ആരാണെന്നറിയുമോ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഇബാദത്തിനായി ജീവിച്ചിരിക്കുന്ന യുവാവാണെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലും അവിടില്ല. അല്ലാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലില്ല. ആ തണല് കിട്ടുന്ന 7 വിഭാഗം ആൾക്കാരുണ്ട്. നാളെ മഹ്ശറയില് 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹുവിന്റെ തണല് കിട്ടും. ആ തണല് കിട്ടുന്നതിൽ ഒന്നാമത്തെ വിഭാഗം, അതിലൊരു വിഭാഗമാണ് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് യുവാക്കളാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച യുവാക്കള്. ആ യുവാക്കൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ തണലുണ്ട് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ.
വേറൊരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ ശബാബക ഖബല ഹറമിക വസിഹതിക ഖബല സഖമിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിന്റെ യുവത്വത്തെ നീ സൂക്ഷിക്ക്. ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. നമുക്ക് ആർക്കും വാർദ്ധക്യം വരുത്തില്ല എന്ന് പറയുന്നവരുണ്ടോ? മമ്മൂട്ടിയെ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ പോലെ ആകാൻ. മമ്മൂട്ടിക്ക് 75 വയസ്സായി, 76 വയസ്സായി, ഇതിലേക്കും മമ്മൂട്ടിക്ക് വാർദ്ധക്യമായില്ല. അതുകൊണ്ട് പ്രായം എന്നൊക്കെ പറയുന്നത് അക്കം മാത്രമാ, സംഖ്യ മാത്രമാ. അതുകൊണ്ട് ഞങ്ങളൊന്നും പ്രായമാകത്തില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാർദ്ധക്യമാകത്തില്ല എന്ന് ഉറപ്പുള്ളവരെല്ലാവരും ഉണ്ടോ? വാർദ്ധക്യം എന്തായാലും ആകും. 70-75 വയസ്സായി മേക്കപ്പ് ഇട്ട് ചെറുപ്പക്കാരനെ പോലെ നടന്നാലും ഉള്ളു വാർദ്ധക്യമായി കൊണ്ടിരിക്കുകയാണ്. ആ വാർദ്ധക്യത്തിന്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആ വാർദ്ധക്യത്തിന്റെ എല്ലാ അടയാളങ്ങളും ആ ശരീരത്തിലുണ്ടാവും. പഴയതുപോലെ ചാടാനും ഓടാനും ഒന്നും കഴിയില്ല. ആ യുവാവായിരിക്കുന്ന, പ്രസരിപ്പുള്ള യുവാവായിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചാടുന്നത് പോലെ, ഓടുന്നത് പോലെ, വലിയ വെയിറ്റ് എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ പ്രായത്തിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് വാർദ്ധക്യമായാൽ ചെയ്യാൻ കഴിയില്ല. അവന്റെ ആ ആരോഗ്യം അവിടെ അവസാനിച്ചു. ആ ആരോഗ്യം അവിടെ അവസാനിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ശബാബക ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ സൂക്ഷിക്കുക. നിന്റെ യുവത്വം കൊണ്ട് നീ നല്ല കാര്യങ്ങൾ ചെയ്യുക. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ആ കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. വസിഹതിക ഖബല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ നല്ല കാര്യങ്ങൾ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പം കൈകെട്ടിയിട്ട് നിസ്കരിക്കാമല്ലോ, ഫർദ് നിസ്കരിക്കാമല്ലോ, സുബഹിക്ക് എണീറ്റ് വരാമല്ലോ, അല്ലേ? രാവിലെ അലാറം വെച്ചിട്ട് ജിമ്മിന് പോകുന്ന മക്കളാ. രാവിലെ അലാറം വെച്ചിട്ട് ജിമ്മിന് പോകുന്ന മക്കളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അലാറം വിട്ട് ജിമ്മിന് പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആരോഗ്യം എടുക്കാൻ വേണ്ടി, വെയിറ്റ് പൊക്കാൻ വേണ്ടി, നമ്മൾ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അലാറം വെച്ചിട്ട് പോകാറുണ്ട്. എന്റെ പൊന്നു മക്കളോടൊന്ന് പറയാം, അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യാൻ നീ അലാറം വെക്കാത്തത് എന്ത്? അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യാൻ നീ അലാറം വെക്കാത്തത് എന്ത്? നിനക്ക് അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് സുബഹി നിസ്കരിച്ചിട്ട് നിനക്ക് ജിമ്മിന് പോകാമല്ലോ. സുബഹി നിസ്കരിച്ചിട്ട് നീ ജിമ്മിന് പോയി നോക്ക്, അള്ളാഹു നിന്റെ ശരീരത്തിന് വലിയ ബറക്കത്ത് നൽകും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സുബഹി നിസ്കാരത്തിൽ കൂടി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നീ അലാറം വെക്കാത്തത്? ജിമ്മിന് പോകാൻ വേണ്ടി അലാറം വെക്കും, ഫുട്ബോൾ കളി കാണാൻ വേണ്ടി അലാറം വെക്കും. അതേപോലെ നമ്മുടെ എന്തൊക്കെ ആവശ്യമുണ്ട്, സ്കൂളിൽ നിന്ന് ടൂറിന് പോകുന്നു, പോകുന്നുണ്ട് കൂട്ടുകാരെല്ലാം വേണ്ടിയിട്ട് 3 മണിക്ക് എഴുന്നേക്കണം. നമ്മൾ എഴുന്നേക്കൂലേ? അലാറം വെച്ച് എഴുന്നേക്കും. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന കാര്യത്തില് നമ്മൾ പുറകോട്ട് പോകുന്നു? സുബഹിയുടെ സമയത്ത് എന്തുകൊണ്ട് അലാറം വെക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അലാറം വെക്കുന്നില്ല? അവിടെയാണ് നമ്മുടെ ഈമാനിനെ നമ്മൾ അളക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഹു ഫീ ദിമ്മത്തില്ല, അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ അധികാരത്തിലാണ് അവനെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചാൽ ആ ദിവസം മുഴുവനും അള്ളാഹു ഏറ്റെടുത്തു. അവനിക്ക് അള്ളാഹു തആല ഖൈറായ കാര്യങ്ങൾ നൽകും. ഇനി അവന്റെ എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ, ഒന്ന് നടന്നുപോയി കാല് തട്ടിയാൽ പോലും അവനിക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ശബാബക ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. വസിഹതിക ഖബല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്. അല്ലാഹുവേ, രോഗത്തിന്റെ കാര്യം പറയുമ്പോൾ എത്ര മക്കളാണ്, യുവാക്കള്, 20ഉം 22ഉം വയസ്സുള്ള ചെറിയ മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗികളാ. കരള് രോഗം പിടിച്ച് വയറ് വീർത്തുകൊണ്ട് കരള് രോഗം പിടിച്ച് വയറ് വീർത്തെടുക്കുന്ന അവസ്ഥകള്. എന്റെ പ്രിയപ്പെട്ടവരെ,
കിഡ്നി രോഗം ബാധിച്ചുകൊണ്ട് അല്ലാഹുവേ ഡയാലിസിസ് ചെയ്യുന്നവര്, അല്ലാഹുവേ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവേ അവിടുന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിനെ നീ കൊണ്ടുവരണേ. രണ്ടാമത്തെ കാര്യമായി യുവത്വത്തിന്റെ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എടാ ചെറുപ്പക്കാരാ നീ ഒന്ന് മനസ്സിലാക്കണേ പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ ശുദ്ധി കൊണ്ടുവരണേ. മാത്രമല്ല നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നോ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഈമാൻ നീ കൊണ്ടുവരണേ എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകൾ കടന്നു വരുന്നത് യുവാവായിരിക്കുമ്പോഴാണ്, നമ്മൾ നല്ല യുവത്വമായിരിക്കുമ്പോഴാണ്. ഒരു പെണ്ണ് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, പല പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെടാൻ നോക്കുന്നത് നമ്മൾ നല്ല യുവാവായി നല്ല സൗന്ദര്യത്തിന്റെ ഉടമയായി നടക്കുമ്പോഴാ. ആ സമയത്താണ് നമുക്ക് വല്ലാത്ത പ്രസരിപ്പുണ്ടാകുന്നത്, എല്ലാത്തിനോടും വല്ലാത്ത ആഗ്രഹമാണ്. കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം അവിടുന്ന് നോക്കുകയാണ്. പല പെണ്ണുങ്ങൾക്ക് നമ്മൾ അവിടുന്ന് മെസ്സേജ് അയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹറാമിയത്ത് ചെയ്യാൻ എളുപ്പമാണല്ലോ. എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ ഓപ്പണായി കിടക്കുകയാണ്. ഏത് വഴിയിൽ കൂടി വേണമെങ്കിലും നമുക്ക് വ്യഭിചാരത്തിലേക്ക് കടന്നു പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, യുവത്വത്തിന്റെ നടുവിൽ കൂടി നടക്കുന്ന യുവാക്കളോട് അവിടുന്ന് പറയുകയാണ്, ഈ പ്രായത്തിലാണ് ഇബ്ലീസ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുന്നത്. കാരണം എന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ അർശ് കിട്ടുന്ന വിഭാഗക്കാരോ നിങ്ങൾ ഈ പ്രായത്തിൽ ഹറാമിയത്തിൽ നിന്ന് മാറി നിന്നാൽ, തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ, നാളെ പടച്ചവന്റെ പരലോകത്ത് നിങ്ങൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മർസദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും നല്ലൊരു ശിഷ്യനാണ് മഹാനായ മർസദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, മർസദ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നല്ലൊരു യുവാവാണ്, സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അല്ലാഹുവേ, നഖ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അല്ലാഹുവേ, തനിക്കതാ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടുന്നാണ് മഹാനായ മർസദ് റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വന്നുകൊണ്ട് പ്രബോധനം നടത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ പഴയ കൂട്ടുകാരിയെ കാണാനില്ല. കുറെ നാളുകളായി കണ്ടിട്ട് അനാഖ എന്ന് പറയുന്ന കൂട്ടുകാരി ഒത്തിരി നാളുകളായി കണ്ടിട്ട് അങ്ങനെ അല്ലാഹുവേ അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടക്കുമ്പോൾ മുശ്രിക്കീങ്ങളുടേതായ ശത്രുത അവിടുന്ന് കൂടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവിടുന്ന് ഹിജ്റ ചെയ്യുകയാ, മദീനത്തേക്ക് ഹിജ്റ ചെയ്യുകയാണ്. സഹാബാക്കളെല്ലാം രാത്രിയിൽ പാത്തും പതുകിയും അവിടുന്ന് ഹിജ്റ ചെയ്യുകയാണ്. ആ സഹാബാക്കളെ മക്കയിൽ നിന്നും മദീനത്തേക്ക് എത്തിക്കും മർസദ് എന്ന് പറയുന്ന യുവാവാണ്. പാവങ്ങളാകുന്ന ഒരുപാട് യുവാക്കളുണ്ടല്ലോ, പാവങ്ങളായ ഒരുപാട് മുഹാജിരീങ്ങളുണ്ടല്ലോ, അവരെ എല്ലാ വിധത്തിലും സഹായിക്കുന്നത് മർസദ് എന്ന് പറയുന്ന യുവാവാണ്. രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിട്ട് അവരെ കൊണ്ടുപോയി മദീനയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അതാ രാത്രിയിലതാ എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, നല്ല നിലാവിന്റെ വെളിച്ചത്തിൽ അനാഖ എന്ന് പറയുന്ന തന്റെ സഹോദരി, അനാഖ എന്ന് പറയുന്ന തന്റെ ഗേൾഫ്രണ്ടിനെ അവിടുന്ന് കാണുകയാണ്. തന്റെ പഴയ കാമുകയെ അവിടുന്ന് കാണുകയാണ്. അനാഖ അവിടുന്ന് മർസദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇത് മർസദാണോ? ഈ നിൽക്കുന്നത് മർസദാണോ? മർസദ് പറഞ്ഞു, അതെ, ഞാൻ മർസദാണോ. അല്ലാഹുവേ,
എന്നിട്ട് പഴയ കാര്യങ്ങൾ മുഴുവനും അവിടുന്ന് വിളമ്പുകയാ. പണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചവരാണ്, ഒരേ മനസ്സോടെ ജീവിച്ചിരുന്നവരല്ലോ, നമ്മൾ ഒരേപോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവരല്ലോ. എത്ര കാലമായി മർസദേ നിന്നെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് നിന്നോട് എനിക്ക് വല്ലാത്ത ആഗ്രഹം അവിടുന്ന് തോന്നുകയാണ്. എന്റെ വീട് തൊട്ടടുത്താണ്, നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം അവിടെ വെച്ച് നടത്താമെന്ന് അനാഖ എന്ന് പറയുന്ന യുവതി വന്നുകൊണ്ട് യുവാവായ മർസദിനോട് പറയുമ്പോൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോ, നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? വീണ് കിട്ടിയ ചാൻസ് അല്ലേ, പോയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമായിരുന്നില്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവിടുന്ന് പെണ്ണിനോട് പറയുകയാണ്, അനാഖയോട് പറയുകയാണ്, യാ അനാഖ ഇന്നല്ലാഹ ഹറമ സിനാ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നു അനാഖ, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നു അനാഖ. അനാഖ എന്ന് പറയുന്ന കാമുകിയോട് അവിടുന്ന് പറയുമ്പോൾ, അനാഖ അല്ലാഹുവേ തന്റെ ആഗ്രഹം അവിടുന്ന് സാധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ആ പാതിരാത്രിയിൽ അവിടുന്ന് വിളിച്ചു പോവുകയാണ്. വലിയ ശബ്ദം അവിടുന്ന് കേൾക്കുകയാണ്. അവിടുന്ന് പോകുന്ന മുഹാജിരീങ്ങൾ മുഴുവനും സഹായിക്കുന്നത് മിർസാദാണ്. മർസദ് എന്ന് പറയുന്ന ഇവരാണ് എല്ലാവരെയും സഹായിക്കുന്നത്, എല്ലാവരെയും ഇവിടുന്ന് മദീനത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അനാഖ പാതിരാത്രിയിൽ അവിടെ കിടന്ന് ഒച്ച വെക്കുമ്പോൾ നാല് ഭാഗത്തുനിന്നും ആൾക്കാർ ഓടി വരികയാണ്. മർസദ് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അതാ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മദീനത്തേക്ക് പോയി റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി അവിടുന്ന് സംഭവിച്ചതാണ് നബിയേ, അതുകൊണ്ട് അനാഖയെ ഞാൻ വിവാഹം കഴിക്കട്ടെ നബിയേ, അവളെ ഞാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരട്ടെ നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് അനാഖയെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും അവിടുന്ന് മിണ്ടുന്നില്ല. കാരണം അനാഖ വളരെ മോശമായ ജീവിതം നയിച്ചവളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു സയ്യിദിനാ മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. അവിടെ ആയത്തിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അനാഖയെ കുറിച്ച് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവേ, മർസദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതിന് മറുപടിയായി റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഓതി കൊടുക്കുകയാണ്, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയാ ഇല്ലാ സാനിയതൻ ഔ മുസ്രികത വസാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുസ്രിക വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ. അല്ലാഹുവേ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവിടുന്ന് ഇറങ്ങുകയാണ്. അവള് വഴിവിടച്ചു നടക്കുന്നവളാണ്, അവള് വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നവളാണ്, അവളെ ഏറ്റവും കഴകം കെട്ടവളാണ്. അതുകൊണ്ട് മുർസദേ, നിനക്ക് പറ്റിയവളല്ലടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കണ്ട എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രവിച്ചേക്കുന്ന യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ. മർസദ് എന്ന് പറയുന്ന യുവാവിന്റെ മുന്നിലേക്ക് വന്ന് കാമുകി വിളിക്കുകയാണ്, വാടാ, എന്റെ വീടപ്പുറത്താണ്, നമുക്ക് അവിടെ ചെന്നുകൊണ്ട് വ്യഭിചരിക്കാം, അവിടെ ചെന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം, അവിടെ ആരുമില്ല, ഞാൻ തനിച്ചേയുള്ളൂ, എന്റെ കൂടെ വാ എന്ന് വിളിച്ചിട്ട് പോലും മർസദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, നിന്നെ പോലെ ചോരും നേരമുള്ള യുവത്വത്തിന്റെ നടുവിൽ കൂടി നടന്നു പോകുന്ന മർസദ് അല്ലാഹുവേ തന്റെ കാമുകിയോട് പറഞ്ഞത്, പെണ്ണേ, അല്ലാഹു ഹറാമാക്കി പെണ്ണേ, അല്ലാഹു ഹറാമാക്കി പെണ്ണേ, അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോയെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഹറാമിയത്ത് മാറ്റിവെച്ചു, അല്ലാഹുവിന് വേണ്ടിയിട്ട് വ്യഭിചാരം വെടിഞ്ഞു, അല്ലാഹുവിന് വേണ്ടിയിട്ട് മോശമായ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവേ, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല ഇവിടുന്ന് പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവേ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാരോ അവർക്ക് രണ്ട് സ്വർഗ്ഗമാണ് ലഭിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.
നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റിൽ നിന്ന് മാറുന്നവൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്ത്. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ അതിന് വല്ലാത്തൊരു ഈമാൻ നമുക്ക് വേണം. ഹറാമിയത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ഈമാൻ നമുക്ക് വേണം, അല്ലേ? ആ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറി നിൽക്കാൻ കഴിയൂ. ഇല്ലെങ്കിലോ നമ്മൾ അറിയാതെ പെട്ടുപോകും. ഇന്ന് ഹറാമിയത്ത് ചെയ്യാൻ എല്ലാ വഴികളുമുണ്ട്. തെറ്റുകൾ ചെയ്യാൻ എല്ലാ വാതിലുകളും തുറന്നു നിൽക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പോലും തെറ്റെന്താണെന്ന് പോലും അറിയാത്ത ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് തെറ്റുകൾ കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബം ഇസ്ലാമിക കുടുംബമാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ യുവത്വം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين ملك الجبار يا راج سيدا الله. പടച്ചറബ്ബേ, ഞങ്ങൾ കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി തമ്പുരാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ രഹസ്യം പരസ്യമായി അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി നൽകണേ അല്ലാഹ്. പടച്ചറബ്ബേ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് വാപ്പമാരും ഉമ്മമാരും സഹോദരങ്ങള് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ക്യാൻസർ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ കീമോ ചെയ്യുന്നവര്, അല്ലാഹ് കരള് സംബന്ധമായ രോഗമുള്ളവര്, കിഡ്നി സംബന്ധമായ രോഗമുള്ളവര്, കാലിന് നടക്കാൻ പോലും കഴിയാതെ കാലുവേദന എടുത്തുകൊണ്ടിരിക്കുന്നവര്, എല്ലാ ദിവസവും തലവേദനയാണ്, പ്രഷറുള്ളവരുണ്ട്, ഷുഗറുള്ളവരുണ്ട്, മാനസികമായി ശാരീരികമായി വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോ അല്ലാഹുവേ റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പോരീശ കൊണ്ട് നീ പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. പരിപൂർണമായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വന്തമായ ഒരു ഭവനമില്ലാത്തവരോ റാഹത്തുള്ള സന്തോഷമുള്ള ഭവനം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കള് ഗൾഫിലാണ് റബ്ബ്, ഇതുവരെയും ഒരു ജോലിയായിട്ടില്ല. ഒരുപാട് നാള് പഠിച്ചതാണ്, ഇപ്പോ ഗൾഫിൽ പോയി ഒരു ജോലികളുമില്ല റബ്ബേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് പോരീശ കണ്ട് അനുഗ്രഹമാകുന്ന നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാട്ടിൽ ജോലി നോക്കുന്ന നമ്മുടെ മക്കളുണ്ട്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വഴിപിടിച്ചു പോയി കള്ളുകുടിയാണ്, പെണ്ണുപിടിയാണ്, മദ്യപാനമാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നല്ല നിലയ്ക്കാക്കി തരണേ റബ്ബേ. അവരുടെ മനസ്സിൽ ഈമാനും തഖ്വയും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരോ ആത്മഹത്യയുടെ നായ വക്കിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ റബ്ബേ. കടങ്ങളെ തൊട്ട് നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയം ഒരു മനുഷ്യന് പോലും ബാധ്യതയുള്ളവനാക്കി കൊണ്ട് നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഈ
വഅദ് കേട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ റബ്ബേ അല്ലാഹുവേ പല മക്കളും അവിടുന്ന് പരീക്ഷ നേരിടാൻ പോവുകയാണ് ആ പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാഹ് ആ പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ ലോകത്തോട് ഞങ്ങൾ വിട പറഞ്ഞു പോകുമ്പോൾ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആഫിയത്തോടെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് റഹ്മത്തിന്റെ മലായികത്തുകളെ കണ്ടുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഈ പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് കിടന്ന് നരകിച്ച് അല്ലാഹുവേ ശരീരത്തിന്റെ തൊലികൾ പോലും ഇളകിപ്പോകുന്ന അവസ്ഥയിൽ അങ്ങനെ മരിക്കുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ രോഗങ്ങളും മുസീബത്തുകളെ തൊട്ട് കാക്കണേ തമ്പുരാനെ റബ്ബേ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ അല്ലാഹുവേ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവര് മാതാപിതാക്കള് മക്കള് കുടുംബങ്ങള് ഭാര്യ റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് വെള്ളം തന്നവര് സഹായിച്ചവര് കൂടെ നിന്നവര് റബ്ബേ ഞങ്ങൾക്കൊരു നല്ല വാക്കുകൊണ്ട് പോലും ഞങ്ങളോടൊപ്പം നിന്നവര് ഇന്ന് ഹയാത്തിലുള്ളവര് റബ്ബേ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ് റബ്ബേ അല്ലാഹുവേ മരണപ്പെട്ടു പോയവര് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് അവർക്ക് ഉന്നതമായ ദറജ നൽകണേ അല്ലാഹുവേ ദീനി വിജ്ഞാന സദസ്സ് ലോകത്തുള്ള മനുഷ്യന്മാരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ബുറാഖ് എന്ന് പറയുന്ന മീഡിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാനവാസിക്ക് അല്ലാഹുവേ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹ് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു